തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്ര രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തുന്നു. മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായി നടത്തിയ യാത്രയിൽ കർണാടകയിലെ എൻ.ഡി.എ നേതാക്കളുമായി സതീശൻ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൊച്ചിയിൽ നിന്ന് പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ നടത്തിയ ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്നവരുടെ പശ്ചാത്തലമാണ് സതീശനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. മെയ് 1-നാണ് വി.ഡി. സതീശൻ മംഗലാപുരത്തെ പ്രമുഖ എൻ.ഡി.എ നേതാവും ജെ.ഡി.എസ് എം.എൽ.സിയുമായ ബി.എം. ഫറൂഖിന്റെ വസതിയിൽ എത്തിയത്. കർണാടകയിൽ ബി.ജെ.പിയുടെ പ്രധാന ഘടകകക്ഷിയായ ജെ.ഡി.എസ് നേതാവുമായി സതീശൻ നടത്തിയ കൂടിക്കാഴ്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയല്ലെന്നാണ് സൂചന. കൂടിക്കാഴ്ചയിൽ ബി.ജെ.പിയുമായി അടുത്ത ബന്ധമുള്ള മുൻ എം.എൽ.എ മൊയ്തീൻ ബാബയും പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ഈ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവം രാഷ്ട്രീയ വിവാദമായത്. ഇവരെല്ലാം മുമ്പ് കോൺഗ്രസുകാരായിരുന്നു. ചാർട്ടേഡ് വിമാനത്തിൽ സതീശനൊപ്പം യാത്ര ചെയ്ത സംഘത്തിൽ സ്വർണ്ണപ്പാളി കേസിൽ പോലീസ് ചോദ്യം ചെയ്ത റെജി എന്ന വ്യക്തിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുമ്പ് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ഇവർ ഇപ്പോൾ വിവാദ വ്യവസായികളാണെന്നും ഇത്തരമൊരു സംഘത്തോടൊപ്പം പ്രതിപക്ഷ നേതാവ് യാത്ര നടത്തിയത് ശരിയായില്ലെന്നും രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നുണ്ട്. യാത്രാ വിവരങ്ങൾ ഉൾപ്പെട്ട സെക്യൂരിറ്റി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി സതീശൻ പിടിമുറുക്കുന്നതിനിടയിലുണ്ടായ ഈ സന്ദർശനം പാർട്ടിക്കുള്ളിലെ സതീശൻ വിരുദ്ധർ ആയുധമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പരാതി ലഭിച്ചു എന്നാണ് വിവരം. സാധാരണ വിമാന സർവീസുകൾ ലഭ്യമായിരിക്കെ എന്തിനാണ് ഒരു സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിൽ ഇത്ര രഹസ്യമായി യാത്ര നടത്തിയതെന്ന ചോദ്യം ശക്തമാണ്. യാത്രയുടെ സാമ്പത്തിക സ്രോതസ്സും സംശയനിഴലിലാണ്. സതീശന്റെ യാത്രയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും വിമാനത്താവളത്തിലെ രേഖകളും പുറത്തു വന്നതോടെ വിവാദം പലതരത്തിലെത്തി. സതീശനോടൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ബി.എം. ഫറൂഖും മൊയ്തീൻ ബാബയും മുൻപ് കോൺഗ്രസ് പാളയത്തിലുണ്ടായിരുന്നു. പിന്നീട് ഇവർ എൻ.ഡി.എയുടെ ഭാഗമായ ജെ.ഡി.എസിലും ബി.ജെ.പി അനുകൂല നിലപാടുകളിലേക്കും മാറി. വിവാദം കൊഴുക്കുമ്പോഴും സന്ദർശനത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്താൻ വി.ഡി. സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള സൗഹൃദ സന്ദർശനം മാത്രമാണിതെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. രാവിലെ 8:40-നാണ് വി.ഡി. സതീശൻ മംഗലാപുരത്തെത്തിയത്. ഇവിടെ വെച്ച് എൻ.ഡി.എയുടെ ഭാഗമായ ജെ.ഡി.എസിന്റെ നേതാക്കളുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ബി.ജെ.പി പിന്തുണയിൽ എം.എൽ.സിയായ ഫറൂഖിനെയും കോൺഗ്രസ് വിട്ട് ജെ.ഡി.എസിലെത്തിയ മൊയ്തീനെയുമാണ് സതീശൻ കണ്ടത്. വി.ഡി. സതീശൻ ഇവർ വിരുന്ന് നൽകിയതായും സൂചനയുണ്ട്.